പഠിക്കേണ്ടത് ന്യൂ ലെസൺ ആണ്. പ്രീവിയസ് ക്ലാസ്സിൽ നോട്ട്സ് ഒക്കെ ആയിരുന്നു. എല്ലാവരും പഠിച്ചായിരുന്നോ? എല്ലാവരും പഠിക്കുന്നുണ്ടോ? പഠിച്ചോ ചോദിക്കുന്നില്ല, ഒത്തിരി പഠിക്കാനുണ്ടായിരുന്നു നോട്ട്സ്. ഓക്കെ, നമുക്ക് ഇന്ന് പഠിക്കേണ്ടത് ന്യൂ ലെസൺ ഹൗസിംഗ് ആൻഡ് ക്ലോത്തിങ്. എന്താണ്? ഹൗസിംഗ് ആൻഡ് ക്ലോത്തിങ് ആണ്. പെർമനന്റ് ഹൗസസ് ആണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹൗസസ് ആണ് നമുക്ക് പഠിക്കേണ്ടത്. ടീച്ചർ ബോർഡിൽ എഴുതിയിട്ടിട്ടുണ്ട് ഹാർഡ് വേർഡ്സ്. അപ്പോൾ നമുക്ക് വായിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തരാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഓക്കെ ചിൽഡ്രൻ. ഹൗസിംഗ് ആൻഡ് ക്ലോത്തിങ്, ഷെൽട്ടർ, കണ്ടീഷൻസ്, എൻവയോൺമെന്റ്, ബംഗ്ലാവ്. ബംഗ്ലാവ് എന്ന് പറയുന്നതാണ് ബംഗ്ലാവ്. കണ്ടോ സ്പെല്ലിംഗ് നോക്കിയേ, ബംഗ്ലാവ്, BUNGALOW, ബംഗ്ലാവ് എന്നാണ് വായിക്കേണ്ടത്, പ്രൊനൗൺസ് ചെയ്യേണ്ടത്. ഓക്കെ, വൺസ് മോർ ടു റീഡിംഗ്. ഷെൽട്ടർ, കണ്ടീഷൻസ്, എൻവയോൺമെന്റ്, ബംഗ്ലാവ്. ഷെൽട്ടർ, SHELTER, ഷെൽട്ടർ. കണ്ടീഷൻസ്, CONDITIONS, കണ്ടീഷൻസ്. എൻവയോൺമെന്റ്, ENVIRONMENT, എൻവയോൺമെന്റ്. ബംഗ്ലാവ്, BUNGALOW, ബംഗ്ലാവ്. ഓക്കെ ഓക്കെ, മനസ്സിലായല്ലോ? നമുക്ക് ടെക്സ്റ്റ് വായിക്കാം കേട്ടോ. If you take your text, page number 101. 101, new lesson, lesson 3, housing and clothing. പാർപ്പിടവും വസ്ത്രവും. Please listen children, please look your text. All animals, including human beings, need a shelter that can protect them from changing weather conditions and other dangers. മനുഷ്യർ ഉൾപ്പെടെയുള്ള മൃഗങ്ങൾക്ക് മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥയിൽ നിന്നും മറ്റ് അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു അഭയം ആവശ്യമാണ്. Some animals live in natural habitats while others build their houses. അല്ലേ? എന്താണ് പറയുന്നത്? ചില മൃഗങ്ങൾ പ്രകൃതിദത്തമായ ആവാസ വ്യവസ്ഥയിൽ വസിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഉദാഹരണമായി, ലയൺ ലീവ്സ് ഇൻ എ ഡെൻ, സിംഹം ഗുഹയിൽ ജീവിക്കുന്നു. വൈൽ ഹ്യൂമൻ ബിൽഡ് their homes. അല്ലേ? മനുഷ്യർ വേറെ വീടുകൾ നിർമ്മിക്കുന്നു, മറ്റുള്ളവ അവരുടെ വീടുകൾ നിർമ്മിക്കുന്നു. വി സി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹൗസസ് അറൗണ്ട്. നമ്മുടെ ചുറ്റുപാടിലും, എക്സാമ്പിൾ, നമ്മുടെ ചുറ്റുപാടിലും മനുഷ്യർ അവരുടെ വീടുകൾ നിർമ്മിക്കുമ്പോൾ, വി സി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹൗസസ് ചുറ്റുപാടിൽ നിർമ്മിക്കുമ്പോൾ, ദ ഡിഫർ ഇൻ സൈസ്, ഷേപ്പ്, ലൊക്കേഷൻ ആൻഡ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ. അല്ലേ? ഏതൊക്കെയുമായി വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് സൈസ്, ഷേപ്പ്, ലൊക്കേഷൻ. അല്ലേ? ലൊക്കേഷൻ ആൻഡ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ. വീട് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നിർമ്മാണപരമായ മെറ്റീരിയൽ, നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ, നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വസ്തുക്കളെയാണ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ എന്ന് പറയുന്നത് കേട്ടോ. ഇതെല്ലാം തമ്മിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. സം ബിലോങ് ടു ദ ഓണർ വൈൽ സം ആർ റെൻറ്റഡ് ബൈ ടെനൻസ്. അല്ലേ? ചിലത് ഉടമസ്ഥാവകാശത്തിലുള്ള വീടുകളുണ്ട്, ചിലത് വാടകയ്ക്കായിരിക്കും അല്ലേ താമസിക്കുന്നത്. അങ്ങനത്തെ വീടുകളുമുണ്ട്, വാടകയ്ക്ക് താമസിക്കുന്ന വീടുകളുമുണ്ട്. അല്ലേ? ഹാബിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ നാച്ചുറൽ എൻവയോൺമെൻറ്റ് വേർ ആൻ ഓർഗാനിസം ലീവ്സ് ഇസ് നോൺ ആസ് ഇറ്റ്സ് ഹാബിറ്റേറ്റ്. ഹാബിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതി പരിസ്ഥിതിയെ അതിൻ്റെ ആവാസ വ്യവസ്ഥ എന്ന് വിളിക്കുന്നു. ഹാബിറ്റേറ്റ്, ആവാസ വ്യവസ്ഥ. ദ നാച്ചുറൽ എൻവയോൺമെൻറ്റ് വേർ ആൻ ഓർഗാനിസം ലീവ്സ് ഈസ് നോൺ ആസ് ഇറ്റ്സ് ഹാബിറ്റേറ്റ്. ടൈപ്സ് ഓഫ് ഹൗസസ്. Houses can be divided into two major types, permanent and temporary. വീടുകളെ ഡിവൈഡ് ചെയ്യുന്നു ടു മേജർ ടൈപ്സ്. അല്ലേ? പെർമനൻ്റ് ആൻഡ് ടെമ്പററി. സ്ഥിരമായ വീടുകളും അല്ലാത്ത അസ്ഥിരമായ വീടുകളും. ടെമ്പററി ശാശ്വതവും താൽക്കാലികവുമായ വീടുകളാണ്. അല്ലേ? യെസ്. പെർമനൻറ്റ് ഹൗസസ് എന്ന് പറഞ്ഞാൽ സ്ഥിരമായ വീടുകൾ. ഹൗസസ് മെയ്ഡ് ഓഫ് ബ്രിക്സ്, സിമൻറ്റ്, അയൺ, സ്റ്റീൽ, കോൺക്രീറ്റ് ആർ വെരി സ്ട്രോങ് ആൻഡ് കനോട്ട് ബി ഷിഫ്റ്റഡ് ഫ്രോം വൺ പ്ലേസ് ടു അനദർ. ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ് സ്ഥിരമായ വീടുകൾ. അല്ലേ? അതെന്തൊക്കെ കൊണ്ട് നിർമ്മിതമാണ്? ബ്രിക്സ്, സിമൻറ്റ്, അയൺ, സ്റ്റീൽ ആൻഡ് കോൺക്രീറ്റ്. അല്ലേ? ദീസ് ഹൗസസ് ആർ കാൾഡ് പെർമനൻറ്റ് ഓർ പക്ക ഹൗസസ്. നിങ്ങൾ സെക്കൻഡ് സ്റ്റാൻഡേർഡിലൊക്കെ പഠിച്ചിട്ടുള്ളതാണിത്. ദീസ് ഹൗസസ് ആർ കാൾഡ് പെർമനൻറ്റ്, സ്ഥിരമായ വീടുകൾ, അല്ലെങ്കിൽ പക്ക ഹൗസസ്. സച്ച് ഹൗസസ് ആർ ഡ്യൂറബിൾ ആസ് ദ ലാസ്റ്റ്
ഫോർ എ ലോങ് ടൈം അല്ലേ. ഇതെന്താണ് ലോങ് ടൈം, വളരെ കൂടുതൽ സമയം കൂടുതൽ കാലം നിലനിൽക്കുന്നതാണ് ഈ വീടുകൾ. പക്ക ഹൗസസ് ആർ എക്സ്പെൻസീവ് ടു കൺസ്ട്രക്ട് ബിക്കോസ് ദ മെറ്റീരിയൽസ് യൂസ്ഡ് ഇൻ ദം ആർ കോസ്റ്റ്ലി ആൻഡ് മോർ ലേബർ ഈസ് റിക്വയർഡ് ടു കൺസ്ട്രക്ട് ദം അല്ലേ. പക്ക ഹൗസസ് അത് കോസ്റ്റ്ലി എക്സ്പെൻസീവ് ആണ്, നല്ല ചിലവേറിയ വീടാണ്. ഇത് നിർമ്മിക്കുന്നതിന് വളരെയധികം ചിലവുണ്ട് അല്ലേ. ബിക്കോസ് ദ മെറ്റീരിയൽസ് യൂസ്ഡ് ഇൻ ദം ആർ കോസ്റ്റ്ലി, ഇതിലെ നിർമ്മാണ വസ്തുക്കൾ വളരെയധികം കോസ്റ്റ്ലി ഉള്ളതാണ്. പിന്നെയോ മോർ ലേബർ ഈസ് റിക്വയർഡ്, വളരെ കൂടുതൽ തൊഴിലാളികൾ ആവശ്യമുള്ള ഒരു നിർമ്മാണ തൊഴിലാളികൾ ഒത്തിരി വേണം ഈ ഇത്തരത്തിലുള്ള വീടുകൾ നിർമ്മിക്കുന്നതിന്. ടു കൺസ്ട്രക്ട് ദ പെർമനൻറ്റ് ഹൗസസ് ആർ മോസ്റ്റ്ലി ഫൗണ്ട് ഇൻ ടൗൺസ് ആൻഡ് സിറ്റീസ് അല്ലേ. ഇത്തരം വീടുകൾ കൂടുതലായി കാണപ്പെടുന്നത് ടൗൺസിലും സിറ്റീസിലുമാണ്, പട്ടണങ്ങളും നഗരങ്ങളിലുമൊക്കെയാണ്. ലുക്ക് ദിസ് പിക്ചേഴ്സ് ടൈപ്സ് ഓഫ് ഹൗസസ് ആർ ഹിയർ. സിംഗിൾ സ്റ്റോറൈഡ് ഹൗസസ് ആൻഡ് ബംഗ്ലാവ്, മൾട്ടി സ്റ്റോറൈഡ് ബിൽഡിംഗ്. കണ്ടല്ലോ, നോക്കിയേ. ഓക്കെ, നമുക്കിനി നോട്ട്സ് നോക്കാം. All of you take your notebook, write today's date and day. Lesson 3, housing and clothing. Shelter, conditions, environment, bungalow. Shelter, conditions, environment, bungalow. നീറ്റായിട്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ എഴുതി ടീച്ചറിന് വാട്സപ്പ് ചെയ്ത് തരണം. ഷെൽട്ടർ, SHELTER, ഷെൽട്ടർ. കണ്ടീഷൻസ്, CONDITIONS, കണ്ടീഷൻസ്. എൻവയൺമെൻറ്റ്, ENVIORNMENT, എൻവയൺമെൻറ്റ്. ബംഗ്ലോ, BUNGALOW, ബംഗ്ലോ. നീറ്റായിട്ട് എഴുതി ബ്യൂട്ടിഫുള്ളായിട്ട് എഴുതി ടീച്ചറിന് വാട്സപ്പ് ചെയ്ത് തരണം. ഓക്കെ ചിൽഡ്രൻ. ഗുഡ് മോർണിംഗ് മൈ ഡിയർ ബട്ടർഫ്ലൈസ്. ഹൗ ആർ യു? ഓൾ ആർ ഫൈൻ. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് ഇരിക്കുവാണല്ലേ? യെസ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന മാത്സ് ആണ്. നമ്മളൊരു ന്യൂ ലെസൺ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു പ്രീവിയസ് ക്ലാസ്സിൽ. ഏതായിരുന്നു ലെസന്റെ പേര്? ഡിവിഷൻ ആയിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എല്ലാവരും നോട്ട് വർക്ക് ഒക്കെ ചെയ്തു, ടീച്ചർ കണ്ടു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഷെയറിംഗ് ബൈ ഗ്രൂപ്പിംഗ് ആണ്. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് ടീച്ചർ ടെക്സ്റ്റ് റീഡ് ചെയ്ത് പറഞ്ഞു തരാം. എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കുക. ഓക്കെ? Okay, all of you take your textbook. Please listen here. Page number 54. 54. Okay. There are 8 flower pots, each having equal number of flowers. If in all there are 72 flowers, how many flowers are there in each flower pot? എന്താണ് ക്വസ്റ്റ്യൻ? There are 8 flower pot. ഒരു 8 ഫ്ലവർ പോട്ടിൽ ഈക്വൽ ആയിട്ടുള്ള ഫ്ലവേഴ്സാണ്, ഈക്വൽ നമ്പർ ഓഫ് ഫ്ലവേഴ്സാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇഫ് ഇൻ ഓൾ ദെയർ ആർ 72 ഫ്ലവേഴ്സ്, ആകെ 72 ഫ്ലവേഴ്സാണ് ഉള്ളത്. ഹൗ മെനി ഫ്ലവേഴ്സ് ആർ ദെയർ ഇൻ ഈച്ച് ഫ്ലവർ പോട്ട്? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഓരോ ഫ്ലവർ പോട്ടിലും ഉള്ള ഫ്ലവേഴ്സ്. ഹൗ മെനി ഫ്ലവേഴ്സ് ആർ ദെയർ ഇൻ ഈച്ച് ഫ്ലവർ പോട്ട്? ഓരോ ഫ്ലവർ വേസിലും ഫ്ലവർ പോട്ടിലും ഉള്ള ഫ്ലവേഴ്സിൻ്റെ എണ്ണം നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണ്? ദെയർ ആർ 8 ഫ്ലവർ പോട്ട്, ഈച്ച് ഹാവിങ് ഈക്വൽ നമ്പർ ഓഫ് ഫ്ലവേഴ്സ്. 8 ഫ്ലവർ പോട്ടിലും ഈക്വൽ നമ്പേഴ്സ് ഓഫ് ഫ്ലവേഴ്സാണ് ഇരിക്കുന്നത്. ദെൻ ഇൻ ഓൾ ദെയർ ആർ 72 ഫ്ലവേഴ്സ്, ആകെ 72 ഫ്ലവേഴ്സാണ് ഉള്ളത്. അപ്പോൾ ഓരോ ഫ്ലവർ പോട്ടിലും എത്ര ഫ്ലവേഴ്സ് വീതമാണ് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, ദെൻ ഇൻ എ സെക്ഷൻ ഓഫ് class 3 there are 45 students. The teacher wishes to divide them in 5 groups for some activity. How many students will be there in each group? എന്താ പറയുന്നത്? ദ ക്ലാസ് 3ൽ 45 സ്റ്റുഡൻസ് ഉണ്ട്. 45 സ്റ്റുഡൻസ് ഉണ്ട്. ദ ടീച്ചർ വിഷസ് ടു ഡിവൈഡ് ദം ഇൻ 5 ഗ്രൂപ്പ്സ് ഫോർ സം ആക്ടിവിറ്റി. ടീച്ചർ ഒരു ക്ലാസ് ആക്ടിവിറ്റി ചെയ്യിക്കാനായിട്ട് കുട്ടികളെ 5 ഗ്രൂപ്പിലായിട്ട് ഡിവൈഡ് ചെയ്തു, 5 ഗ്രൂപ്പുകളായിട്ട് തിരിച്ചു. ഹൗ മെനി സ്റ്റുഡൻസ് വിൽ ബി ദെയർ ഇൻ ഈച്ച് ഗ്രൂപ്പ് എന്നാണ്. അപ്പോൾ 5 ഗ്രൂപ്പ്സ് ആയിട്ടാണ് ടീച്ചർ ഡിവൈഡ് ചെയ്തത്. അപ്പോൾ ഓരോ ഗ്രൂപ്പിലും എത്ര കുട്ടികളാണ് ഉള്ളത് എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് രണ്ടും ടീച്ചർ നോട്ടിൽ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, നെക്സ്റ്റ് ഷെയറിംഗ് ബൈ ഗ്രൂപ്പിംഗ്. In division, we either share or group the given number equally. To do so, we have to find either the number of groups or the number to be put in each group. Okay, നമ്മൾ പഠിക്കാൻ പോകുന്നത് ഷെയറിംഗ് ബൈ ഗ്രൂപ്പിംഗ് ആണ്. ഫോർ എക്സാമ്പിൾ നോക്കിയേ, കിഞ്ചൽ want to treat 3 of her
friends on her birthday. She brings 12 muffins from her house and gives them equally to all her friends. How many muffins will each friend get? എന്താണ് ഫസ്റ്റ് എക്സാമ്പിൾ എന്താ പറയുന്നത്? കിഞ്ചൽ വെൻ ടു ട്രീറ്റ് 3 of her friend on her birthday. കിഞ്ചൽ എന്ന് പറയുന്ന ഒരു കുട്ടി അവളുടെ ബർത്ത്ഡേക്ക് അവളുടെ ഫ്രണ്ട്സിന് ട്രീറ്റ് ചെയ്തു. എങ്ങനെയാണ്? 3 ഫ്രണ്ട്സിനാണ് ട്രീറ്റ് ചെയ്തത്. ഷീ ബ്രിങ്സ് 12 muffins from her house and give them equally to all friends. അവളുടെ ഫ്രണ്ട്സിനെല്ലാം അവളുടെ വീട്ടിൽ നിന്ന് മഫിൻസ് കൊണ്ടുകൊടുത്തു, ഈക്വലായിട്ട് കൊടുത്തു എന്ന് പറയുന്നുണ്ട്. ഹൗ മെനി മഫിൻസ് വിൽ ഈച്ച് ഫ്രണ്ട് ഗെറ്റ്? അപ്പോൾ ഓരോ ഫ്രണ്ടിനും എത്ര മഫിൻസ് വീതമാണ് കിട്ടിയത്? ഓക്കെ നോക്കിയേ, കിഞ്ചൽ സ്റ്റാർട്ട്സ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ദി മഫിൻ ആസ് ഷോൺ. അപ്പോൾ കിഞ്ചൽ ഏത് രീതിയിലാണ് അത് ഡിവൈഡ് ചെയ്തതെന്നുള്ളതാണ് മഫിൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതെന്നാണ് കാണിക്കുന്നത്. നോക്കിയേ, ഫസ്റ്റ് ഷീ ഗിവ്സ് 1 muffin ടു ഈച്ച് ഫ്രണ്ട്. ഫസ്റ്റ് അവൾ എന്ത് ചെയ്തു? ഓരോന്ന് വീതം ഓരോ മഫിനും ഓരോ ഫ്രണ്ട്സിന് ഓരോരുത്തർക്കായിട്ട് കൊടുത്തു. ഫസ്റ്റ് ഒരെണ്ണം വീതം കൊടുത്തു. ദെൻ ഷീ ഗിവ്സ് 1 more muffin ടു ഈച്ച് ഫ്രണ്ട്സ്. പിന്നെ എന്ത് ചെയ്തു? പിന്നെയും അവൾ ഓരോന്ന് വീതം പിന്നെയും ഓരോന്ന് വീതം അവളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും കൊടുത്തു. ദെൻ ഷീ ഗിവ്സ് അനദർ 1 muffin ടു ഈച്ച് ഫ്രണ്ട്സ്. പിന്നെയും അവൾ മൂന്നാമത്തെ പ്രാവശ്യവും ഓരോ മഫിൻ വീതം അവളുടെ ഫ്രണ്ട്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ദെൻ കിഞ്ചൽ സ്റ്റിൽ ഹാസ് സം മഫിൻ ലെഫ്റ്റ്. ഷീ ഗിവ്സ് 1 more muffin ടു ഈച്ച് ഫ്രണ്ട്. ഓക്കെ, നോ മോർ മഫിൻ ആർ ലെഫ്റ്റ് വിത്ത് കിഞ്ചൽ. അവളിങ്ങനെ എന്ത് ചെയ്തു? ഓരോന്ന് വീതം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത അവസാനം നോ മോർ മഫിൻ ആർ ലെഫ്റ്റ് വിത്ത് കിഞ്ചൽ. ഈച്ച് ഫ്രണ്ട് ഗെറ്റ്സ് 4 muffins. അപ്പോൾ ഓരോ ഫ്രണ്ടിനും 4 muffins വീതം കിട്ടി. 4 muffins വീതമാണ് കിട്ടിയത്. നമ്പർ ഓഫ് ഗ്രൂപ്പ്സ്. അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? 12 muffins ആണ് അവൾ കിഞ്ചല വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. 12. അപ്പോൾ 3 ഫ്രണ്ട്സ് ഉണ്ട്. 3 ഫ്രണ്ട്സ് ആണ് ഉണ്ടായിരുന്നത്. 3 ഫ്രണ്ട്സിനാണ് എന്താണ് അവൾ ട്രീറ്റ് ചെയ്തത്. അപ്പോൾ 12 ഡിവൈഡഡ് ബൈ 3. 12 ഡിവൈഡഡ് ബൈ 3 is equal to answer 4 ആണ്. ഓക്കെ, അപ്പോൾ നമ്പർ ടു ബി പുട്ട് ഇൻ ഈച്ച് ഗ്രൂപ്പ്. അപ്പോൾ ആൻസർ 4 ആണ്. 4. 12 ഡിവൈഡഡ് ബൈ 3 is equal to 4. Okay. So 12 muffins shared equally among 3 friends means dividing 12 by 3 to get 4. അപ്പോൾ 12 muffins ആണ് കിഞ്ചലിൻ്റെ കയ്യിലുണ്ടായിരുന്നത്. 3 ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് ഡിവൈഡ് ചെയ്തത്? 12 by 3. 12 divided by 3 is equal to get 4. Thus, we have found the number to be put in each group. ഓക്കെ, അപ്പോൾ 12 മഫിൻസ് ഉണ്ടായിരുന്നു. ദെൻ 3 ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തർക്കും 4 muffins. ഈച്ച് ഫ്രണ്ട് ഗെറ്റ് 4 muffins. ഓക്കെ, all of you take your notebooks. There are 8 flower pots, each having equal number of flowers. If in all there are 72 flowers, how many flowers are there in each flower pot? Okay, this is a question. ടെക്സ്റ്റിലും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. 8 ഫ്ലവർ പോട്ട്സ് ഉണ്ട്, ഈച്ച് ഹാവിങ് ഈക്വൽ നമ്പർ ഓഫ് ഫ്ലവേഴ്സ്. എന്നാൽ ഈ 8 ഫ്ലവർ പോട്ടിലും ഈക്വൽ നമ്പർ ഓഫ് ഫ്ലവേഴ്സാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇഫ് ഇൻ ഓൾ ദെയർ ആർ 72 ഫ്ലവേഴ്സ്, ആകെ 72 ഫ്ലവേഴ്സാണ് ഉള്ളത്. ഹൗ മെനി ഫ്ലവേഴ്സ് ആർ ദെയർ ഇൻ ഈച്ച് പോട്ട്? ഓരോ പോട്ടിലുമുള്ള ഫ്ലവേഴ്സിൻ്റെ എണ്ണം കണ്ടുപിടിക്കുക. അപ്പോൾ 72 ഫ്ലവേഴ്സാണ് ടോട്ടൽ ഉള്ളത്. 8 ഫ്ലവർ പോട്ടും ഉണ്ട് അല്ലേ. അപ്പോൾ 72 ഡിവൈഡഡ് ബൈ 8. 72നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ 9 കിട്ടുന്നു. അപ്പോൾ 9 ഫ്ലവേഴ്സ്. അപ്പോൾ ഈച്ച് ഫ്ലവർ പോട്ടിലും 9 ഫ്ലവേഴ്സാണ് ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഇൻ എ സെക്ഷൻ ഓഫ് ക്ലാസ് 3 there are 45 students. The teacher wishes to divide them in 5 groups for some activity. How many students will be there in each group?
എന്താണ് 45 സ്റ്റുഡൻസ് ആണ് ക്ലാസ് 3യിലുള്ളത്. ദ ടീച്ചർ വിഷസ് ടു ഡിവൈഡ് ദി 5 ഗ്രൂപ്പ്സ് ഫോർ സം ആക്ടിവിറ്റി. ചില പ്രവർത്തനങ്ങൾ ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് കുട്ടികളെ ടീച്ചർ എന്ത് ചെയ്തു 5 ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഹൗ മെനി സ്റ്റുഡൻസ് വിൽ ബി ദെയർ ഇൻ ഈച്ച് ഗ്രൂപ്പ്. ഓരോ ഗ്രൂപ്പിലുമുള്ള കുട്ടികളുടെ എണ്ണം കണ്ടുപിടിക്കുക. ഓക്കെ, ഫസ്റ്റ് എന്താണ് ടോട്ടൽ സ്റ്റുഡൻസ് 45 സ്റ്റുഡൻസ് ആണുള്ളത്. ദെൻ 5 ഗ്രൂപ്പ്സ് ആയിട്ടാണ് ടീച്ചർ ഡിവൈഡ് ചെയ്തത്. അപ്പോൾ 45 ഡിവൈഡഡ് ബൈ 5 ഇസ് ഈക്വൽ ടു ആൻസർ 9 സ്റ്റുഡൻസ്. അപ്പോൾ ഓരോ ഗ്രൂപ്പിലും 9 സ്റ്റുഡൻസ് ആണ് ഉള്ളത്. ടീച്ചർ പറഞ്ഞു തന്നതുപോലെ ഇതെന്ത് ചെയ്യുക, ശ്രദ്ധയോടെ മനസ്സിലാക്കി പ്രോബ്ലം നന്നായിട്ട് റീഡ് ചെയ്യുക, അതിനുശേഷം മനസ്സിലാക്കി ചെയ്യുക. ഓക്കെ, 45 ഡിവൈഡഡ് ബൈ 5 ഇസ് ഈക്വൽ ടു 9. അപ്പോൾ 9 സ്റ്റുഡൻസ്. ഓക്കെ, അപ്പോൾ 2 പ്രോബ്ലംസും നീറ്റായിട്ട് നോട്ടിൽ ചെയ്ത് ടീച്ചറിനെ കാണിക്കുക. ഓക്കെ, Good morning my dear butterflies. How are you? All are fine? Yes. ഭക്ഷണമൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് ഇരിക്കുവാണല്ലേ എല്ലാവരും? യെസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇംഗ്ലീഷിന്റെ എന്തായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്? ടു ദ മാർക്കറ്റ് എന്ന ലെസൺ പഠിച്ചു, അതിന്റെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അല്ലേ? യെസ്. അപ്പൊ അതിന്റെ ബാക്കി കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് നമുക്ക് ഇന്ന് ചെയ്യാനുള്ളത്. അപ്പൊ എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കുക. ഓക്കെ, ഓക്കെ, all of you take your textbook, page number 145. Okay, please listen here. Okay, do you know Kanyakumari is the southernmost tip of the Indian mainland. Indira Point, which lies at the tip of Andaman and Nicobar Islands, is the southernmost point of India. Chandigarh is a city with special status. It is a union territory as well as the capital city of both Punjab and Haryana. Okay, first one എന്താണ്? കന്യാകുമാരി is the southernmost tip of the Indian mainland. എന്താണ്? ഇന്ത്യൻ മെയിൻലാൻഡിൻ്റെ കരയുടെ സൗത്തേൺ മോസ്റ്റ് ടിപ്പിലാണ് കന്യാകുമാരി സ്ഥിതി ചെയ്യുന്നത്. കന്യാകുമാരി ഈസ് ദ സൗത്തേൺ മോസ്റ്റ് ടിപ്പ് ഓഫ് ദി ഇന്ത്യൻ mainland. Then second one, Indira Point, which lies at the tip of Andaman and Nicobar Island, is the southernmost point of India. എന്താ പറയുന്നത്? ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകളുടെ അറ്റത്ത് ടിപ്പിലായിട്ട് വരുന്ന സ്ഥിതി ചെയ്യുന്ന ഇന്ദിര പോയിന്റ് ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്താണ്. southernmost point of India. Chandigarh is a city with special status. It is a union territory as well as the capital city of both Punjab and Haryana. ഈ ചണ്ഡീഗഡ് എന്ന് പറയുന്നത് സ്പെഷ്യൽ സ്റ്റാറ്റസ് ഉള്ള പ്രത്യേക ഒരു പദവി തന്നെയുള്ള ഒരു നഗരമാണ്, ഒരു സിറ്റിയാണ്. ഇറ്റ് ഈസ് എ യൂണിയൻ ടെറിട്ടറി ആസ് വെൽ ആസ് ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് ബോത്ത് പഞ്ചാബ് ആൻഡ് ഹരിയാന. Next, there are various landforms in our country like mountain ranges, plateau, desert and plains. India's physical features consist of the Great Himalayan Range, the Ganga Plain, the Great Indian Desert, Thar Desert, the Deccan Plateau and the coastal plains. Third one, our country is divided into many political regions known as states and union territories. Fourth one, New Delhi is the national capital territory of India. എന്താ പറയുന്നത്? അവർ കൺട്രി, നമ്മുടെ ഈ കൺട്രിക്ക് എന്താണ് വിവിധ വേരിയസ് ലാൻഡ് ഫോംസ് ഉണ്ട്. ഏതൊക്കെയാണ്? ലൈക്സ് മൗണ്ടൻ റേഞ്ചസ്, പ്ലാറ്റസ്, ഡെസേർട്ട് ആൻഡ് പ്ലെയിൻസ്. ഓക്കെ, ദെൻ ഇന്ത്യാസ് physical features like mountain ranges, plateaus, desert and plains. Okay, then India's physical features consist of Great Himalayan Range, the Ganga Plain and the Great Indian Desert, Thar Desert and Deccan Plateau and coastal plains. Okay, next, our country is divided into many political regions known as states and union territories. നമ്മുടെ കൺട്രിക്ക് എന്താണ് മെനി പൊളിറ്റിക്കൽ റീജിയൻസ് ആയിട്ട് പല പൊളിറ്റിക്കൽ റീജിയൻസ് ആയിട്ട് തന്നെ ഡിവൈഡ് ചെയ്യുന്നു. ആ റീജിയൻസ് നോൺ ആസ് സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ്. ലാസ്റ്റ് വൺ, ന്യൂ ഡൽഹി ഈസ് ദ നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ്
ഇന്ത്യ. ഇന്ത്യയുടെ ദേശീയ നാഷണൽ ക്യാപിറ്റലാണ്. നാഷണൽ ക്യാപിറ്റൽ മീൻസ് ദേശീയ തലസ്ഥാന എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഇന്ത്യയുടെ ദേശീയ തലസ്ഥാന പ്രദേശമാണ് ന്യൂ ഡൽഹി. ന്യൂ ഡൽഹി ഈസ് ദി നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഇന്ത്യ. ഓക്കെ. Next, complete the following web chart. Himalayas in the north. Okay, India is surrounded by രണ്ട് ബോക്സസ് ഉണ്ട് ഫിൽ ചെയ്യാനായിട്ട്. ഇന്ത്യ ഈസ് സറൗണ്ടഡ് ബൈ ഏതൊക്കെയാണ്? അറേബ്യൻ സീ, ബേ ഓഫ് ബംഗാൾ. നെക്സ്റ്റ്, ഇന്ത്യ ഈസ് സറൗണ്ടഡ് ബൈ താഴെ ഒരു ബോക്സ് ഫിൽ ചെയ്യാനുണ്ട്. എന്താ എഴുതേണ്ടത്? ഇന്ത്യൻ ഓഷ്യൻ. അപ്പോൾ ഫസ്റ്റ് ബോക്സിൽ അറേബ്യൻ സീ, ബേ ഓഫ് ബംഗാൾ, ഇന്ത്യൻ ഓഷ്യൻ. ഓക്കെ, നെക്സ്റ്റ് ടിക്ക് ദ കറക്റ്റ് ആൻസർ ടിക്ക് ചെയ്യും വേണം. ഈ ബ്ലാങ്ക് സ്പേസിൽ ആൻസർ എടുത്ത് എഴുതുകയും വേണം. ഓക്കെ. ഇന്ത്യ ലൈസ് ഇൻ ദി കോണ്ടിനെൻറ്റ് ഓഫ് ഡാഷ്. ഓപ്ഷൻസ് ഓസ്ട്രേലിയ, യൂറോപ്പ്, ഏഷ്യ. ഇന്ത്യ ലൈസ് ഇൻ ദ കോണ്ടിനെൻറ്റ് ഓഫ് ഏഷ്യ. ആൻസർ ഏഷ്യ എന്നിവിടെ എഴുതണം. സെക്കൻഡ് വൺ, ഔട്ട് ഓഫ് ദി ഫോളോയിങ് അവർ നെയ്ബർ കൺട്രി ഈസ് ഡാഷ്. അമേരിക്ക, ശ്രീലങ്ക, Brazil. Out of the following, our neighbor country is Sri Lanka. Then India is dash. A peninsula, a continent, and a island. ഏതാണ് ആൻസർ? ഇന്ത്യ ഈസ് എ പെനിൻസുല. നമ്മൾ പഠിച്ചതാണല്ലേ. ഇന്ത്യ ഈസ് എ പെനിൻസുല. ആൻഡ് ഫോർത്ത് വൺ, ദ ക്യാപിറ്റൽ ഓഫ് അവർ കൺട്രി ഈസ് ഡാഷ്. നമ്മുടെ കൺട്രിയുടെ ക്യാപിറ്റൽ കൊൽക്കത്ത, മുംബൈ, ഡൽഹി. ഏതാണ് ആൻസർ? ദ ക്യാപിറ്റൽ ഓഫ് അവർ കൺട്രി ഈസ് ഡൽഹി. ദെൻ ഡെക്കാൻ പ്ലാറ്റു ഓഫ് ഇന്ത്യ ലൈസ് ഇൻ ദി ഡാഷ്. സൗത്ത്, നോർത്ത്, വെസ്റ്റ്. ഏതാണ്? ഡെക്കാൻ പ്ലാറ്റു ഓഫ് ഇന്ത്യ ലൈസ് ഇൻ സൗത്ത്. ആൻസർ സൗത്ത്. എന്ത് ചെയ്യുക? ഇതുപോലെ തന്നെ ടിക്ക് ചെയ്യുക. കറക്റ്റ് ആൻസർ ടിക്ക് ചെയ്യുക. ആൻസർ എടുത്ത് ആ ബ്ലാങ്ക് സ്പേസ് ഫിൽ ചെയ്യണം. ഓക്കെ. നെക്സ്റ്റ്, fill in the blanks. India is a dash because it is surrounded by water on 3 sides. എന്താണ്? India is a peninsula because it is surrounded by water on 3 sides. Puducherry is a dash. Puducherry is a union territory. എന്താണ്? Union territory. Okay, next, third one, the dash from the northernmost boundary of the country. The Himalayas from the northernmost boundary of the country. Next, fourth one, the Great Indian Desert is also known as dash. The Great Indian Desert is also known as Thar Desert. Great Indian Desert നെയാണ് Thar Desert എന്ന് പറയുന്നത്. The Great Indian Desert is also known as the Thar Desert. Okay. Last one, there are dash states and dash union territories in India. നമ്മുടെ ഇന്ത്യയിൽ എത്ര സ്റ്റേറ്റ്സ് ആണുള്ളത്? 29 states and union territories 7 ആണ്. 7 union territories. Okay. There are 29 states and 7 union territories in India. Okay, all of you take your notebooks. Complete the following web chart. Himalayas in the north. India is surrounded by ഏതൊക്കെയാണ്? അറേബ്യൻ സീ, ബേ ഓഫ് ബംഗാൾ, ദെൻ സ്പേസിൽ ഇന്ത്യൻ ഓഷ്യൻ എന്ന് എഴുതുക. ഓക്കെ. അറേബ്യൻ സീ, ബേ ഓഫ് ബംഗാൾ, ഇന്ത്യൻ ഓഷ്യൻ. ഓക്കെ. ഹിമാലയാസ് ഇൻ ദി നോർത്ത്. ഇന്ത്യ ഈസ് surrounded by Arabian Sea, Bay of Bengal, Indian Ocean. Fill in the blanks. India is dash because it is surrounded by water on 3 sides. India is a peninsula because it is surrounded by water on 3 sides. Okay, next, Puducherry is a dash. Puducherry is a union territory. Okay, third one, the dash from the northernmost boundary of the country. The Himalayas from
the northernmost boundary of the country. Fourth one, the Great Indian Desert in, also known as the Thar Desert. Thar Desert. There are dash states and dash union territories. There are 29 states and 7 union territories in India. അപ്പോൾ ഇതുപോലെ എന്ത് ചെയ്യുക, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിലെ ഓരോ ക്വസ്റ്റ്യൻസും നീറ്റായിട്ട് ലൈനൊക്കെ ടച്ച് ചെയ്ത് നീറ്റായിട്ട് എഴുതി ആൻസർ എഴുതി ടീച്ചറിനെ നോട്ട്സ് കാണിക്കുക. ഓക്കെ.